എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റീഡേഴ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വായിച്ച് വായിച്ച് ഹരം കയറിയ ഒരു പുസ്തകവുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഡോക്ടർ ലുവാൻ ബ്രിസൻറ്റൈൻ രചിച്ച ദ ഫീമെയിൽ ബ്രെയിൻ. വളരെയധികം ശാസ്ത്രീയമായും സയന്റിഫിക് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിലും രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട പുസ്തകമാണ് ദ ഫീമെയിൽ ബ്രെയിൻ. ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായതിനെ പറ്റി ഞാൻ പറയാം. അതായത് ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ കവർ പേജ് കണ്ടിട്ട് പല ആളുകളും എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു. അവർ പറഞ്ഞു, ഫീമെയിൽ ബ്രെയിനോ, സ്ത്രീകൾക്ക് അതിന് തലച്ചോറുണ്ടോ? ചില ആളുകളുടെയൊക്കെ അഭിപ്രായത്തിൽ ഇന്നും തലച്ചോറില്ലാത്ത എന്തോ പ്രത്യേകതരം ജീവികളാണ് സ്ത്രീകൾ. അപ്പോൾ എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. ശാസ്ത്രം ഇത്രയധികം വളർന്നിട്ടും ബുദ്ധിവികാസം സംഭവിക്കാത്ത ചില ആളുകളുടെ ഇടയിലാണല്ലോ ഇന്നും നമ്മൾ ജീവിക്കുന്നത് എന്നൊരു തോന്നൽ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ സ്ത്രീകളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്നത് എന്നറിയാൻ എനിക്കൊരു കൗതുകം. വളരെ ആദർശികമായി ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ പുസ്തകത്തിനെ പറ്റി വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ പറയുന്നത് ഞാൻ കേട്ടത്. ഒരു അമ്മയുടെ ഉദരത്തിൽ കുട്ടി ജനിച്ച് 8 ആഴ്ച വരെ എല്ലാ വ്യക്തികൾക്കും, പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും, ദേ ഹാവ് എ യൂണിസെക്സ് ബ്രെയിൻ. എല്ലാവരുടെയും ബ്രെയിൻ ഒരുപോലെയാണ്. അഥവാ എവ്രിബഡി ഹാസ് എ ഫീമെയിൽ ബ്രെയിൻ. എല്ലാവർക്കും സ്ത്രീകളുടെ ബ്രെയിനാണുള്ളത്. ഇത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ 8 ആഴ്ചയ്ക്ക് ശേഷം തലച്ചോറിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നു. ആൺകുട്ടിയായി രൂപാന്തരപ്പെടാൻ പോകുന്ന ഫീറ്റസിന് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നു. ഈ ഹോർമോണാണ് സെക്ഷുവൽ ഡ്രൈവിനെയും അഗ്രഷനെയും നിയന്ത്രിക്കുന്നത്. ദാറ്റ് ഈസ് വൈ മെൻ ആർ ഹാവിംഗ് മോർ സെക്ഷുവൽ ഡ്രൈവ് ആൻഡ് അഗ്രഷൻ ഇൻ കമ്പാരിസൺ ടു വിമൻ. ഏകദേശം 20 times ആണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ. അപ്പോൾ ഈ സമയത്ത് 8 ആഴ്ചകൾക്ക് ശേഷം സ്ത്രീകളായി മാറാൻ പോകുന്ന ബ്രെയിൻ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ തലച്ചോറിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുകയും അവരുടെ തലച്ചോറിൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഏരിയാസ് കൂടുതൽ വികസിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഫീമെയിൽ വാണ്ട്സ് മച്ച് മോർ കമ്മ്യൂണിക്കേഷൻ ഇൻ റിലേഷൻഷിപ്സ് ആൻഡ് ദേ ടോക്ക് a lot. They do blah 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 blah. Okay? And they are more emotional in nature. I found it quite interesting. എനിക്ക് പുതിയൊരറിവായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെ. ശാസ്ത്രീയമായ അറിവുകൾ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, സപ്പോസ് ഇഫ് ഐ ആം ഹാവിങ് എ ബാഡ് എക്സ്പീരിയൻസ്, എനിക്കൊരു മോശമായ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഐ ലേൺ സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ മറ്റൊരു രീതിയിലായിരിക്കും ആ ഒരു കാര്യത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. എൻ്റെ കുട്ടികൾക്ക് ഒരു ഉപദേശം നൽകുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നും പലപ്പോഴും റോങ് ആയിട്ടായിരിക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതേസമയം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു പേരൻറ്റ്, ദേ വിൽ ബി ട്രാൻസ്ഫറിങ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ കോൺഫ്ലിക്റ്റ് എമംഗ് ചിൽഡ്രൻ. സോ ബെറ്റർ നമുക്ക് ശരിയായ അറിവ് ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് വിൽ ബി ആൻ അസറ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ ലൈഫ്. ഇത്തരം അറിവുകൾ കുട്ടികൾക്ക് അവരുടെ ശരീരത്തിലും തലച്ചോറിനുള്ളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാനും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ പരിഹരിക്കുവാനും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സഹായകരമാണ്. ഞാൻ വായിച്ചതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഭാഗവും ഈ ഒരു ടീനേജ് പീരീഡ് ആയിരുന്നു. പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചു പോയിട്ടുണ്ട്, കൂട്ടുകൂടി നടന്ന കൂട്ടുകാരൊക്കെ, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമില്ലാതെ കളിച്ച് നടന്നിരുന്ന കൂട്ടുകാരൊക്കെ ഒരു ടീനേജ് ആവുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് മാറും. പെൺകുട്ടികൾക്കൊരു ബാത്റൂമിൽ പോകണമെങ്കിലും ദേ നീഡ് എ കമ്പനി, അവരൊരു ഗ്യാങ് ആയിട്ടേ പോകത്തുള്ളൂ.
ആൻഡ് ഈ ഒരു സമയത്ത് പെൺകുട്ടികളെ പറ്റി ആൺകുട്ടികൾ ചിന്തിക്കുന്നത് ഇവരെന്തായിരിക്കും ബാത്റൂമിൽ പോയി പറയുന്നത് എന്നാണ്. ആ പ്രായത്തിൽ കടന്നുപോയിട്ടുള്ള പുരുഷന്മാർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം വലുതും ചെറുതുമായ മാറ്റങ്ങളെ പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ പുസ്തകത്തിൽ പറയുന്നു. പിന്നെ ഇത് യൂസ്ഫുൾ ആകാൻ സാധ്യതയുള്ളത് ഒരു വൈവാഹിക ജീവിതത്തിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ കടക്കുന്ന ആളുകൾക്ക് ഹൗ ടു ചൂസ് ദെയർ പാർട്ട്ണർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു വ്യക്തിയെ ചൂസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വെദർ ദേ ആർ എഡ്യൂക്കേറ്റഡ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ, വെദർ ദേ ആർ ഗുഡ് ലുക്കിംഗ്, ഇതൊക്കെ മാത്രമാണോ? അല്ലെങ്കിൽ വെദർ ദേ ആർ സെക്ഷൽ ഡിസയേഴ്സ്, ഫാൻറ്റസീസ്, ഇതൊക്കെയാണോ ബാധിക്കുന്നത്? ഇതൊക്കെയാണോ പരിഗണിക്കേണ്ടത്? എങ്ങനെയാണ് വൈവാഹിക ജീവിതത്തിന് ശേഷം പലപ്പോഴും നമുക്കറിയാം പീപ്പിൾ ഗ്രോ. ശാരീരിക വളർച്ചയേക്കാൾ മാനസികമായ വളർച്ച ഓരോ കാലഘട്ടം കഴിയും തോറും പുരുഷനും സ്ത്രീക്കും ഉണ്ടാകും. അപ്പോൾ ഈ വളർച്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം ആളുകൾക്കിടയിൽ പൊരുത്തക്കേടുകൾ വളരെ സാധാരണമാണ്. അതായത് ദേ വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ആർ ആക്ച്വലി ഹാപ്പനിങ് ഇൻ ബോത്ത് ബ്രെയിൻസ്, എസ്പെഷ്യലി ഇൻ ഫീമെയിൽ ബ്രെയിൻ. അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ പ്രഗ്നൻസി, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സ്ത്രീകൾക്ക് വളരെ സാധാരണമായി ഈ കാലഘട്ടത്തിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം അവരിലെ ആ മദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മോർ അറ്റാച്ച്ഡ് ടു ദെയർ ചിൽഡ്രൻ. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. പലപ്പോഴും ഭയങ്കര പൊസസീവായിട്ടുള്ള ഹസ്ബൻഡ്സിന് ദേ ഫീൽ ദാറ്റ് ദേ ആർ ലെസ് കെയർഡ് ബൈ ദെയർ വൈഫ്സ്. അവരുടെ ഭാര്യമാരവരെ ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ദേ ആർ ലെസ് ഇൻട്രസ്റ്റഡ് ടു സെക്ഷൽ ആക്ടിവിറ്റീസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. ഈവൻ ദേ ഡോണ്ട് ലൈക്ക് ദ സ്മെൽ ഓഫ് ദെയർ ഹസ്ബൻഡ്സ്. ഇതൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പലരും പറഞ്ഞും വായനയിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ 50കളിലേക്ക് വരുമ്പോൾ മെനോപോസൽ പീരീഡ്, ആ ഒരു സമയത്ത് സ്ത്രീകളിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്. വളരെ കെയറിങ്ങും കുടുംബം എന്ന് മാത്രം ചിന്തിച്ചിരുന്ന സ്ത്രീകൾ കുറച്ച് വ്യത്യസ്തരായി ലിബറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ബന്ധനങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നുമൊക്കെ വിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ അവർ പഴയതുപോലെ കെയർ ചെയ്യില്ല. അവർക്ക് തന്നെത്താനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്താഗതി വരും. അതുപോലെ തന്നെ അവർക്ക് പലപ്പോഴും പഠനങ്ങൾ പറയുന്നത് 50 വയസ്സുകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഡിവോഴ്സുകളിൽ കൂടുതലും പെൺകുട്ടികളാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് പുരുഷന്മാരുടെ ബന്ധനങ്ങൾ അസ്വാസ്ഥ്യം ഉണ്ടാക്കാൻ തുടങ്ങും. എന്നാൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് പീരീഡ് നമ്മൾ പല കപ്പിൾസിലും കണ്ടിട്ടുണ്ട്. ദേ ഗോ ഫോർ ലോങ് ട്രാവൽസ് ആൻഡ് ഓൾ. ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനും ഏറ്റവും നല്ല ട്രാവലിംഗ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാകുന്ന കപ്പിൾസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബേസിക് നോളജ് അബൌട്ട് ഫീമെയിൽ ബ്രെയിൻ. അതുകൊണ്ട് I do suggest every viewer to read this book if you get an opportunity. Thank you so much.